ലാസ്റ്റ് ഇടക്കണം. ഇനി ഞാൻ അടുത്ത റൗണ്ട് ഇടൂല കേട്ടല്ലേ. നീ ഇടണ്ട, നീ കളിക്കാൻ വേണ്ട പോകാവോ. ആണ്ട്രേ ദേഷ്യം. എടാ ടിപ്പു സുൽത്താൻ 2 ചീട്ട് കയറ്റി തന്നു. സുൽത്താൻ ഈ റൗണ്ടെങ്കിലും ജയിക്കുമെന്ന്. മനുഷ്യനായ നാണവും മാനവും വേണം. എന്റെ നീ ഈ പ്രാവശ്യം തോറ്റ നിന്നെ അമ്മച്ചി പിളവെന്നല്ല അമ്മാച്ചൻ പിളവെന്ന് ഞാൻ വിളിക്കും കേട്ടോ. ചക്കയുടെ സീസണായിരുന്നു കണ്ട് ചക്ക ചവി നോക്കിയിടായിരുന്നു. ഈ കന്യാകുമ്പോ ഈ കണക്കിന് പോയാൽ കായ്ക്കൂടെ. എടാ 2 കൊണ്ടാങ്കുടുക്ക കിട്ടൂടാ. ഇതിന് അതിടുമ്പോ നിന്റെ അച്ഛനെ പോലെ ഞാൻ കൊണ്ടാങ്കുടുക്ക സുര തന്തയ്ക്ക് വിളിച്ചോണ്ടല്ലോ. അല്ലേ? കൊണ്ടാങ്കുടുക്ക സുരയാണ് നിന്റെ അച്ഛനെ നിനക്ക് വല്ല ഉറപ്പുണ്ട്? അത് ശരിയാണല്ലോ. അപ്പൊ ഓക്കെ കളിക്കാം. എന്റെ ചീട്ടെല്ലാം ഇളക്കിയത് ആദ്യം മുന്നോട്ട് കൈ വന്നില്ല. അതിനാണ് എപ്പോ നമ്പർ കാണിച്ചത്. ദേഷ്യം വന്നിട്ട് അതൊന്നും പറ്റുന്നില്ല. നീ ചീട്ട് അങ്ങോട്ട് ആദ്യം മുന്നേ കുത്തിയിട്ട് തുടക്കത്തിലെ പറഞ്ഞാൽ ഞാൻ പിന്നെ ഇടൂലെന്ന്. ലാസ്റ്റ് ആണ് ഇനിയില്ല. ഈ രാജാവും കുറെ ഇടക്ക് നീക്കി തരീ. ഈ പട്ടിയുടെ വായിൽ വല്ലതും തിരികെ കയറ്റാവിടെ പറയണേ. എന്ന് വന്നിരുന്ന് കളിച്ചാലും കിടന്ന് കോര. പിന്നെ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ എന്നെ നോക്കി ഒരു ചിരിയുടെ പട്ടിയാ പരിചയം കാണാതെ വീണ്ടും രാജാവിന്. അപ്പൊ ഇവനെന്താ പറയാ ഭയങ്കര ഗൗരവം. കാശ് മൊത്തം അങ്ങോട്ടല്ലേ ചെല്ലുന്നേ. അതിന്റെ ഗൗരവവും മസ്സില്ല കളി. എടേ ഞാൻ ഈ കൈ കൂടെ ഉള്ള എന്റെ കാശില്ല. നിനക്ക് പൈസ വല്ലതും വേണം? ചക്രവർത്തി എടുത്ത് കേള്. അവിടെ പൈസ അല്ല കിഴിയാണ്, പൊൻപണം. കിഴി നമ്മളെ ചീട്ടുകളിൽ പറ്റൂല. നീ ചീട്ട് എടുക്കാൻ അങ്ങോട്ട്. സോറി. നിങ്ങളെ കാര്യങ്ങളൊക്കെ അറിഞ്ഞേ? നിങ്ങളെ കൂട്ടുകാരന്റെ കല്യാണം കഴിഞ്ഞു. ആരുടെ? ഉദയന്റെ. ഉദയന്റെ കല്യാണം കഴിഞ്ഞു നിങ്ങൾ അറിഞ്ഞില്ലേ? പോടാ ചുമ്മാ. സത്യയുടെ അമ്മ സത്യം കഴിഞ്ഞു. നീ ചുമ്മാ പറയല്ലേ. ഞാനിത് നിങ്ങളുടെ കള്ളം പറയണത്. അല്ല അങ്ങനെയല്ല, നമ്മളെ അടുത്ത സുഹൃത്താണ് അവൻ. എന്തായാലും അവന്റെ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളറിയായിരിക്കും. പിന്നെ അതല്ലേ ഞാൻ ആലോചിക്കുന്നത്. ആത്മാർത്ഥ സുഹൃത്തുക്കളായി നിങ്ങളെ വിളിച്ചില്ലല്ലോ അവൻ. അനിയേ, നീ ആരെങ്കിലും അടിച്ചോണ്ടെങ്കിലും വന്നാണോ? അവൻ്റെ കൂടെ ഇറങ്ങി വരാൻ ധൈര്യമുള്ള ഏത് പെണ്ണുണ്ട് ഇവിടെ? അവൻ എൻ്റെ കൂടെ ഇറങ്ങി വരില്ല. എനിക്ക് പിന്നെ എൻ്റെ കൂടെ വരൂല. കൂടെ വന്നേച്ചാലും മതി. പൊരിച്ച കൊടിയാളുടെ ഫിഗറാ. ഇനി വല്ല ബംഗാളി പെണ്ണുങ്ങൾ വല്ല അതൊരിക്കലും നടക്കൂല. അവന് മലയാളം പോലും അറിഞ്ഞൂടാ. പിന്നെയാണ് അത് ശരിയാ. സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ അവന്റെ വീട്ടിൽ പോയി നോക്ക്. അനി, നമുക്കൊന്ന് പോയി നോക്കിയാലോ? സംശയമൊന്നും മാറ്റി വെക്കണ്ട. നോക്കാം. അത് ശരിയാണല്ലേ. അല്ല സംസാരം ഇങ്ങനെ. ഇപ്പൊ ഞാൻ ഈ കഴിഞ്ഞ ആഴ്ച ശൂന്യാടൊന്ന് പോയായിരുന്നു. അപ്പൊ അത് ഇച്ചിരി ഒന്ന് കൂടി. ഇങ്ങനെ അത് മാറ്റും. നമുക്ക് പോയി നോക്കാം. ഈ കിരീടം ഇതൊന്നും മാറ്റണ്ട. ഹിന്ദിക്കാരി പെണ്ണുങ്ങാണോ ആണെങ്കിലേ ഇവിടുത്തെ രാജാവാന്ന് പറഞ്ഞാൽ അയ്യോ. ഡേ, നീ ഇങ്ങനെ മിണ്ടായിരുന്നിട്ട് കാര്യമില്ല. ഞങ്ങൾ അറിഞ്ഞത് സത്യമാണോ? നിന്റെ കല്യാണം കഴിഞ്ഞോ? എടാ ഒന്നുമില്ല, ആത്മാ സുഹൃത്തുക്കളല്ലടാ. ഒരു വാക്ക് ഫോൺ വിളിച്ചെങ്കിലും പറയായിരുന്നു. നിങ്ങൾ ചുമ്മാ അവനായിട്ട് വിഷമിപ്പിക്കുക. നീ പെണ്ണെ വിളിയടാ. ഞങ്ങളെ ഞങ്ങളെ വിളിയടാ. വിളിക്കടാ. അമ്മ പറഞ്ഞു, അമ്മ അവനാ വിളിച്ചില്ല. നിങ്ങൾക്കെങ്കിലും നമ്മളൊരു വാക്ക് വിളിക്കായിരുന്നു കേട്ടാ. മക്കളെ, നിങ്ങൾക്ക് വിഷമം തോന്നണ്ട. ജോത്സ്യം പറഞ്ഞു ഒരുപാട് ആർഭാടമൊന്നും വേണ്ട, ഒരുപാട് ആൾക്കാരെയും വിളിച്ചു കൂട്ടണ്ടാന്ന്. എന്നാലും അതല്ലമ്മ, നമ്മളെ വിളിക്കായിരുന്നു, ആരെയും വിളിച്ചില്ലേ. അല്ല ഞാൻ കാര്യമുണ്ട്. നമ്മളും കല്യാണം കഴിക്കും. അപ്പൊ നിന്നെ വിളിക്കായിരുന്നു മതിയല്ല. അതൊക്കെ വരും. പിന്നെന്താ നീ നമ്മളോട് പറഞ്ഞെന്താ? എടേ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു കല്യാണം അല്ലടേ ഇത്. പിന്നെ എന്തിനു കല്യാണം നമ്മ? 3 പേർക്ക് ഊണ് തരുമ്പോ വലിയ കാര്യമായി പോയല്ലേ. നീയൊക്കെ എന്നെ കളിയാക്കും. അതാണ് ഞാൻ കല്യാണം വിളിക്കുന്നത്. ആര് കളിയാക്കാന്? ഇവിടെ പെണ്ണ് കെട്ടാതെ അമ്മമാരൊക്കെ മുറ്റി പൊട്ടാറായി നിൽക്കുന്നു. അമ്മമാരെന്നാ കളിയാക്കുന്നത്? എന്നാ പിന്നെ അതൊന്ന് കാണണമല്ലോ. എന്നാലും നമ്മളോട് പറയായിരുന്നു അമ്മ. എന്റെ ഭഗവാനെ, ഈ കൊച്ചുങ്ങളടുത്ത് ഞാനിത് എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കാൻ? നീ പെണ്ണിനെ വിളി, നമ്മളൊന്ന് കാണട്ടെ. അമ്മച്ചി വിളിക്ക്, അമ്മമാരെ കാണട്ടെ. എടാ നിന്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ നമ്മളെ സഹോദരിയല്ലേ, ഇത് കാണട്ടെ. അമ്മച്ചി വിളിക്കുന്നേ, അവന്റെ സഹോദരിയെ കാണിച്ചു വിടാൻ. ബാലാമണിയേ. ബാലാമണി ഇടലം പേരല്ലേ. ഇത് ചിലപ്പോ നവ്യനാരപ്പണൊക്കെ ആയിരിക്കുമല്ലേ. അതാ ഇവന് വിളിക്കാൻ പ്രയാസം. നമുക്കേ ക്ലബിൽ നിന്ന് പിരിവിട്ട് ഗുരുവായൂരുണ്ട് ഒന്നുകൂടെ കെട്ടിച്ചാലാ. ചിരി ചിരി. കിടിലം ടീമാണ് കേട്ടോ. മറുപടി ആടിനെയാണ് കൊടുത്ത കപ്പക്കൊല്ലയും കാണും, അലമാരയും കാണും. കിട്ടിയതെ കാണിച്ച് ഡമ്പ് കാണിക്കാൻ നീ പെണ്ണിനെ വിളി.
ഇതാണ്ടാ ഞാൻ കെട്ടിക്കൊണ്ടുവന്ന പെണ്ണ് നിന്റെയൊക്കെ സഹോദരി. ഡേയ് ചുമ്മാ കളിയാക്കാതെ നീ പെണ്ണിനെ വിളിടേ. എന്റെ അമ്മച്ചിയാണ് സത്യം, ഇത് ഞാൻ കെട്ടിക്കൊണ്ടുവന്ന പെണ്ണാണ്. അതല്ല ഞാൻ നിന്റെ അടുത്ത് ഒട്ടരുന്ന കാര്യം പറയാത്ത. ഏതാ ഒരു കിഴങ്ങ് കടിച്ച ജോത്സ്യന്റെ അടുത്ത് പോയിട്ട് എന്റെ ആദ്യ കല്യാണം വാഴൂലെന്നും പറഞ്ഞ് ഒരു ആടിനെ കൊണ്ട് കെട്ടണം, 10 ദിവസം ഇതിൻ്റെ കൂടെ താമസിക്കണമെന്നും പറഞ്ഞ് എന്റെ തലയെ കെട്ടിച്ച് വെച്ചാണ് എന്റെ ഈ പൊന്നമ്മച്ചി. ഇത് വിശ്വസിക്കരുത്, നീ ചുമ്മാ ഇരുന്ന്. ഇത് ലോകം നടക്കണ വിശ്വസിക്കണം, ഇത് വിശ്വസിച്ചേ പറ്റുള്ളൂ. നീ ഒരാഴ്ച ഇതിന്റെ കൂടെ നിന്നേ പറ്റുള്ളൂ, അല്ലെങ്കിൽ മക്കളെ പാവം കിട്ടൂടാ. കേരള നിർഗുണ പരബ്രഹ്മം പറയണത് എന്റെ അമ്മച്ചിയായിട്ട് മാത്രം ഞാൻ ഇവരവിടെ വെള്ളം കൊടുത്തിട്ടാണ്, അതൊക്കെ അല്ല അതേ ഇപ്പോഴേ ഇത്രയൊക്കെ ആസ്ഥിതിക്ക് കല്യാണം കഴിഞ്ഞല്ലോ, ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ കൂട്ടുകാര് ഒന്ന് ഇടപെട്ടൊന്ന് നടത്തി കൊടുക്കാം. ക്ലബിന്റെ വകയായിട്ട് ഒരു വിരുന്ന് കൊടുക്കണ്ടേ? എന്തായാലും എടുത്ത് വെച്ച് കൊടുക്കാൻ. അവനൊരു പോച്ചോറ് ഒന്നിച്ച് പിണ്ണാക്കും. പിന്നെ നിങ്ങൾ എതിര് പറയരുത്. ഹണിമൂൺ എൻ്റെ വക. ഹണിമൂൺ ട്രിപ്പ് എവിടെ കൊണ്ടുപോകും? നമ്മളെ രാഘവൻ ചേട്ടൻ്റെ പറമ്പിലോട്ട് ഇറക്കിയ പോരെ. അവിടെ ആകുമ്പോൾ ഇഷ്ടം പോലെ പുല്ലും ഉണ്ട്, തൊട്ടാവാടിയും ഉണ്ട്, യഥേഷ്ടം കഴിക്കും. നിനക്കിടയ്ക്ക് ഒരു നാരങ്ങ വെള്ളം തരാം. ചുട്ട വെയിലത്ത് നിൽക്കുകയല്ലേ. നാട്ടിൽ പറയണ കേട്ടാന്ന്. മക്കളെ ജോത്സ്യം പറയണത് അച്ചട്ടടാ, നീ ഒന്നും മിണ്ടായി. എടാ പിന്നെ ഈ പെണ്ണിനെ കാണാൻ വന്നപ്പോഴേ എന്തെങ്കിലും തിന്നാനിവിടെ കൊണ്ട് കൊടുക്കണ്ടേ? അയ്യോ, ഒരു 10 മിനിറ്റ് നേരത്തെ നമ്മൾ അറിഞ്ഞിരുന്നെങ്കിലേ നിന്റെ ദേഹത്തുള്ള ആ പ്ലാവല മൊത്തം ഇനി കൊണ്ടു കൊടുക്കാൻ. എന്തായാലും കൊള്ളാല്ലേ. ആ ശരി, എന്നാ നമുക്ക് അങ്ങോട്ട് നിൽക്കാം. എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ പറയണം. പിന്നെ കൂടുതൽ അവനെ ടെൻഷൻ അടിപ്പിക്കണ്ട. ഇന്ന് അവന്റെ ആദ്യരാത്രിയാണ്. പിന്നെ നാളെ രാവിലെ ഞങ്ങൾ ഇങ്ങോട്ട് വരും. ആട് കിടന്നിടത്തൊരു കൂടെങ്കിലും കാണൂടെ. പക്ഷെ ഷൈൻ ചെയ്യാം, അതിനകത്തിന്റെ പാല് ഇവിടെ തന്നെ കറക്കാല്ല. പിന്നെ ആടിനെ കിട്ടിയപ്പോ അവന്റെ ശാപം തീർന്നു. എനിക്കൊരു കാളയെ കിട്ടി നിന്റെ ശാപം നിർത്തൂടെ? എന്റെ അച്ഛനെ കിട്ടിച്ചോട്. ഈ തോട്ടിക്കല്ലേ. എന്നാ വെള്ളം കാര്യം ഭർത്താവും കൂടെ രാവിലെ മേയ ഇറങ്ങിയടേ. നമുക്ക് തീരെ സഹിക്കണില്ലടാ. നീ കൂടെ അവിടെ ഒരുമിച്ച് മേയ തള്ളക്കി വിളിച്ചാണ് നിന്നെ. സമാനായല്ല ആട്ടിന്റെ വായിരിക്കണം കേട്ടപ്പോ. തള്ളക്ക് വിളിക്കാൻ ആരാ? എവന്റെ കൂടെ അല്ലേ താമസം. ഞാൻ അപ്പുറത്തുനിന്നേ 4 റബ്ബർ ഷീറ്റാണ് കൊണ്ടുപോയത്. 3 പ്രാവശ്യം പോലീസ് വന്നു. ഇത് അങ്ങനെ ഓടല്ലേ. ഒന്നും അറിയാൻ വയ്യ. പെരിയോനേ എൻ റഹ്മാനേ. ഇവ ഉണങ്ങിയിരുന്നേ കറക്റ്റ് പൃഥ്വിരാജിന്റെ വീട് തന്നെയല്ലേ? ഈസിറച്ച ബാച്ച് എന്നെ കളിയാക്കാൻ നടക്കുന്നു. എന്നിട്ട് വാ പറയിപ്പിക്കാൻ വേണ്ടി ഞാൻ നോക്കിയടാ. ഒന്നിനെ കെട്ടി കൂടെ കൊണ്ട് നടക്കുകയല്ലേ ചേട്ടാ, അത് പോരേ? പൊയ്ക്കൂടെ? സമാധാനം ഉണ്ട് ആടാണെങ്കിൽ. മോക്ക് ചോറ് വല്ലതും കൊടുത്താടാ. ചോറ് കൂട്ടാ കൊണ്ടുപോയി കാര്യം കൊടുക്കുന്നേ. നിങ്ങൾക്ക് ഇതിന്റെ വല്ല കാര്യം ഉണ്ടായിരുന്നു. നാട്ടുകാർ മൊത്തം തന്നെ കളിയാക്കണം. എന്താണ് കളിയാക്കാൻ? നാട്ടുകാർ തന്നെ വിളിക്കുന്ന ആട് ജീവിതത്തിൽ നജീബേന്ന്. അതാരടാ ഈ നജീബ്? പൃഥ്വിരാജ്. കണ്ടാലും പറയുന്നില്ല. സിനിമ എല്ലാം കാണണ്ടേ? ഞാൻ ഒരു കാര്യം, നിങ്ങളുടെ തവിട് കൊടുത്ത് മേടിച്ചാണ് അതേ പ്രസവിച്ചാണ്. എടാ ഞാനിതൊക്കെ കേൾക്കണം. നിന്നെ പ്രസവിച്ച് ഇത്രയും മേലെ വളർത്തി എടുത്തില്ലേ, അതിന്റെ കൂലിയാണ്ടാ നീ എനിക്ക് തന്നത്. ആടിനെ കെട്ടിച്ചെന്ന് എനിക്ക്. ആടിനെ കെട്ടിച്ചെന്നതാ. എടാ നിന്റെ ശാപം തീർക്കാൻ ഞാൻ നിന്നെ ആടിനല്ലാതെ വാഴ കെട്ടിത്തട്ടാ. കാട്ടി വലിയ ശാപമാണെന്നേ നിങ്ങളെ അടുത്ത് ഞാൻ തലയെ വെച്ച് തന്നത്. വെളിയിറങ്ങി കിടക്കാൻ മതി, അറിയാമോ? ചെറുക്കാ പറയണ ചെന്ന് കുളിച്ചിട്ടാ നീ. എന്തിനാ ആട്ടും പിടിച്ച് കിടന്നാനാ? ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് പൈസ മുടക്കി ചെലവാക്കിയത് എന്തിനാണെന്ന് അറിയാമോടാ? നിന്റെ ഒരു പേരക്കുട്ടിയെ കണ്ടിട്ട് കണ്ണടയ്ക്കാനടാ. നീ പ്രകൃതി വിരുദ്ധത്തിനോട് അകത്താവുള്ളൂ, ബാക്കി എല്ലാം. തുമ്പിയെ പിടിക്കണ ഓണമായിട്ട്. തുമ്പിയെ പിടിക്കണല്ലടാ, തൊട്ടാവാടി പറിക്കണം. ബാലാമണിക്ക് തൊട്ടാവാടി ഭയങ്കര ഇഷ്ടമാണ്. ഫസ്റ്റ് നൈറ്റ് എങ്ങനെ ഉണ്ടായിരുന്നടാ? ഫസ്റ്റ് നൈറ്റാ എടാ, എൻ്റെ അമ്മച്ചി മുതുകത്തുള്ള ഗ്ലാസ് പാലും തലയിൽ കുറച്ച് പൂവും വെച്ചിട്ട് ആട്ടിനെ എൻ്റെ റൂമിലേക്ക് തള്ളിക്കയറ്റി വിട്ടടാ. നിന്നാണ് അമ്മച്ചിയാണ്ട് ഞാൻ ഒന്നും പറഞ്ഞില്ല. എനിക്ക് നമ്മളെ മാമച്ചാര് പറഞ്ഞ് എന്തരാ എരിയേറ്റ് വെച്ച് കൊടുത്തേക്കണ കേട്ടാ. അത് ഞാൻ ഇങ്ങനത്തെ ഒരു സംഭവമൊക്കെ കഥയിലേ കേട്ടിട്ടുള്ളൂ. സത്യം പിന്നല്ല, ഇതൊക്കെ എന്റെ അമ്മച്ചി ആദ്യം വാഴയാണ് കെട്ടിയെന്ന്, പിന്നെ നമ്മൾ അച്ഛനെ കെട്ടിയെന്ന്. പിന്നെ ആ കുടുംബത്തിൽ പിന്നെ അവർ ആട്ടിനെ കെട്ടിയെന്നില്ല, അത് ചെയ്യുള്ളൂ. ബാലാമണിക്ക് തന്നെ വിശേഷം ഉണ്ടെന്ന് പറയുന്നത്. ആര് പറഞ്ഞു? അല്ല, തലചുറ്റി വീണെന്ന് പറഞ്ഞു. അത് നമ്മളെ കുഞ്ഞമ്മേരെ മക്കള് മരിച്ചരിയല്ല വിടുന്നത്. അയ്യോ, തലയെ കിറക്കി വിട്, വായിക്കൂടെ പതയൊക്കെ വന്നു. ഞാൻ പേടിച്ചു പോയിട്ടാ. അളിയാ, നാളെ ബാലാമണിക്ക് എൻ്റെ വക പാർട്ടിയാണ്. ഞങ്ങളുടെ വീട്ടിലെ പ്ലാവും കുറച്ച്. നീയൊക്കെ കൂടെ താറ്റാനാടാ വന്നത്. എടാ നിന്നാണ് ഈ 3-4 ദിവസം കൊണ്ട് ഞാൻ അനുഭവിച്ച് ചീട്ട് മേടിച്ച് നാട്ടിറങ്ങിയ നാട്ടുകാർ കളിയായിരുന്നു. പഞ്ചായത്ത് മെമ്പർ വിളിച്ചിരുന്നു. പക്ഷേ സംഭവം നീ ഒരു വാക്ക് പറയുന്നെങ്കിൽ ഞാൻ പൈസ കൊടുക്കി ഞാൻ ചെയ്തു തന്നെ. എന്തൊരു
ഇവന്റെ സേവ് ദ ഡേറ്റ്. ചുമ്മാ അവനെ കളിയാക്കാതെ. അപ്പൊ ഇങ്ങനെ ചിരി. എന്നാൽ നിനക്ക് എന്തോ വരായിരുന്നു എടാ, അമ്മച്ചി പറഞ്ഞ കേൾക്കാതിരിക്കാൻ പറ്റൂ. ഇവിടെ ഈ ആൾ എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവാക്കാൻ വല്ല ഐഡിയ ഉണ്ടേ പറഞ്ഞാളിയാ. നീ മറിച്ച് കളിയാക്കിയത് മതി. എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടെങ്കിൽ പറ. നിനക്ക് എന്തൊരു ഐഡിയ എനിക്ക് മനസ്സിലായില്ല. എന്താണ് ഈ ആട്ടിനെ എവിടെയും കൊണ്ട് വിറ്റ് തന്നാലും മതി. അല്ല നീ എന്താ രാത്രി അഴിച്ചോണ്ട് പോകും, കുഴപ്പമില്ല. മോഷണം പോയെന്നെങ്കിലും പറയാമല്ലോ. ഒരു കാര്യം ചെയ്യും. ഇപ്പൊ എത്ര ദിവസമാണ് അതിന്റെ കൂടെ താമസിക്കണമെന്ന് പറഞ്ഞു? ഒരാഴ്ച അല്ലേ 10 ദിവസം ഒന്നും. ഇപ്പൊ എത്ര ദിവസമായി? 3 ദിവസം. അതൊക്കെ മതി. മതിയല്ലേ? പക്ഷെ ആട്ടിനെ നോട്ടം ശരിയല്ലെന്ന് അത് മനസ്സിലായെന്ന് തോന്നുന്നു. ഞാൻ പുറത്താവണം. നിന്റെ അമ്മ ഇല്ലാത്ത നേരത്തെ നൈസാ നീ ആട്ടിനെ അഴിച്ചു തന്നാൽ മതി. ചന്തയെ കൊണ്ട് കൊടുക്കാടാ നമുക്ക്. നല്ല വില കിട്ടുമതിന്. പിന്നെ 7000 രൂപ മേടിച്ചാണ്. ആണോ? ഒരു 1000 രൂപ നമുക്ക് തരണം. ചെലവ് ചെയ്യണം. അതൊക്കെ ചെലവ് ചെയ്യാം. എങ്ങനെയും ഒഴിവാക്കി തന്നെ. നീ ഒരു കാര്യം ചെയ്യും, വൈകിട്ട് അഴിച്ചോണ്ടോന്നല്ല. നീ വൈകിട്ട് അടിച്ച് ചന്തയിലോട്ടോ, ഞങ്ങൾ അവിടെ കാണാം. കാണൂല. നിന്റെ അമ്മ കാണല്ലേ ഒരു പ്രാവി കൊന്നുപോയി നമ്മളാ. കള്ളറടിച്ചേ കൊടുക്കാവൂ. കാരണം അല്ലെ അവർ എവിടെയെങ്കിലും പോയി കണ്ടുപിടിച്ചോണ്ട് നീ അപ്പൊ കൊണ്ടുപോവാ. കൊണ്ടുവരാം. എന്താ നീ മറ്റേ ആട്ടോ വിളിച്ചു പോടാ. ഞാൻ ആട്ടോ പറഞ്ഞു വിളിച്ച് പറഞ്ഞാൽ നമ്മളങ്ങോട്ട് വന്ന അമ്മയ്ക്ക് അവരുണ്ടെങ്കിൽ. അപ്പൊ ഞാൻ കുറച്ച് ഇതുകൂടെ പറയട്ടെ. ബാലാമണിയല്ലേ ഇത് കൊണ്ടുവന്നില്ലെങ്കിലേ വിളിച്ച് തള്ളു. ചെറിയ പ്രണയമൊക്കെ തുടങ്ങി. പോയാ എനിക്കിടന്ന് കരയുമെന്നോ? അതാണ് ഡൗട്ട്. പോയിണ്ട ഭയങ്കര കൊതുകൂടാ. വാടാ പോടാ. അമ്മായിയമ്മയെ അറിയിക്കല്ലേ. വാ വാ വാ. നിന്നെ ഒന്നും ചെയ്യൂല. ഹലോ, സുപ്രീം കോടതി മജിസ്ട്രേറ്റ് ഒന്ന് ഇറങ്ങിയാൽ പിടിച്ചകത്ത് കയറ്റ്. കണ്ടവന്റെ ഭാര്യയൊന്നും ഞാൻ പിടിക്കൂല. നീ വേണം ചേർത്ത്. ആട്ടോ കൂലി വേണോ? ഇതിനെ ചന്തയെ കൊണ്ട് കൊടുത്ത് വിറ്റാലേ പൈസ ഉള്ളൂ. അങ്ങനെയാണോ? ഇതില് താഴെ കിടക്കുന്നു. അയ്യോ, ഡൈവേഴ്സ് ഒക്കെ ചന്ത ചെന്ന് 10 പെണ്ണുങ്ങൾ കാണണം. കേറ് മക്കളെ, കേറ്. കേറങ്ങോട്ട്. കേറണില്ലല്ലേ? ആടെ അകത്തോട്ട് അങ്ങോട്ട് കേറങ്ങോട്ട്. കേട്ടങ്ങോട്ട്. എന്നെ തള്ളാതെ ആട്. 143 ആടാ. പിടിച്ചു കയറ്റി പിടിച്ചു കയറ്റി. ഇത് ചന്തയെ കൊണ്ടുപോകണം. പിടിച്ച് കേട്ടാ. എവിടെ കൊണ്ടുപോകണോ എന്റെ ബാലാമണിയെ? ചന്തയെ കൊണ്ടുപോകണം. ഇവിടെ കൊണ്ടുപോകണോ? നിങ്ങക്ക് ചന്തയെ കൊണ്ടുപോകണോ എന്റെ ബാലാമണി? ഞാൻ കഷ്ടപ്പെട്ട് വളർത്തിയത്. കല്യാണം കഴിച്ച ഭാര്യയാണ്. എല്ലാത്തിനും പറയാടാ. ഇതെന്റെ ആട്. ഇതെന്റെ ആടാണ്. വിട്ടാളൊന്നും. ഒന്ന് വിറു. എന്റെ പൊന്നിയേട്ടാ, ഞാൻ കഷ്ടപ്പെട്ട് വളർത്തിയ ആടാ ഇത്. ഇങ്ങോട്ട് വിട്. ചാമ്പല ഭാവുണ്ട്. മോളാ ഞാൻ. ഹലോ, ചാമ്പല ഭാവുണ്ടെന്ന് ഞാൻ 7000 രൂപ എടുത്ത എന്റെ ആട് പിടിച്ചകത്ത് കേട്ടാ. എന്റെ പൊന്നിയേട്ടാ, ചേട്ടൻ ഇതൊന്ന് കേൾക്കണം. എനിക്ക് ജോലിക്ക് വേണ്ടി 2 ദിവസം വീട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്ന്. അപ്പൊ വെള്ളം അടിക്കാൻ വേണ്ടി എന്റെ അച്ഛൻ ഇങ്ങേർക്ക് വിറ്റതാണ് ചേട്ടാ. എന്റെ നാട് പൊട്ട നാറി ആടാണ് ഇതിനെ കൊണ്ട് നടന്ന്. അറിയാമോ? ചേട്ടാ, അതൊന്നും എനിക്കറിയണ്ട. എന്റെ ആടില്ല, ഞാൻ ഇവിടുന്ന് പോത്തില്ല. പോകൂലേ? ഇല്ല. കുട്ടിക്ക് അറിയോ, 30 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ 40 വയസ്സ് കഴിഞ്ഞ് കല്യാണം നടക്കുമെന്ന് പറഞ്ഞു. ശരിയാണ്. എന്റെ അമ്മ എനിക്ക് വേണ്ടി കണ്ടെത്തിയതാണ് ഈ നിൽക്കുന്ന നാടിന്. സത്യം. ഒരാഴ്ച ഈ നാട് മൊത്തം ഞാൻ എൻ്റെ ഭാര്യയായിട്ട് കൊണ്ടുവരണം. കുട്ടിക്ക് വേണ്ടി ഞാൻ വേണമെങ്കിൽ വിട്ടുതരാം. അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല. ഒരു 8000 രൂപ വന്നാൽ ഇത് ഞങ്ങൾ തിരിച്ചു തരാം. 8000 രൂപയോ? 7000-ത്തിനല്ലടോ എന്റെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് ഇത് മേടിച്ചത്. അതുകൊണ്ട് ഒരാഴ്ച ഞാൻ കൊണ്ട് കിടന്നു തന്നെ. 7000 തരും. എനിക്ക് താ തവണകളായിട്ട് തരും. തവണകളായിട്ട് അത് നമ്മുടെ നടക്കൂല. പിടിച്ച താനെന്തിനാണോ ഇതിന്റെ ഇടയിൽ കിടന്ന് കളിക്കുന്നത്? വണ്ടി എടുത്തോണ്ട് പോടോ. എന്തൊരു പെണ്ണടാ ഇത്. ഞാൻ പോണു. നീ ഇവിടെ പോണു. എന്റെ കൂട്ടുകാരൻ പെണ്ണോടെ വഴി കിടക്കണ്ട. ഹലോ ഹലോ, എന്റെ ആട് നീങ്ങ. എന്റെ ആടിനെ കൊണ്ടല്ലോ. ഇതെന്റെ ആടാണ്. എന്റെ ആടിനെ കൊണ്ടല്ല ഞാൻ ഇവിടുന്ന് പോത്തില്ല. നിങ്ങളുടെ എത്ര വട്ടം പറഞ്ഞാ ഞാൻ? എന്തോ കൊള്ളുന്നു. എന്നാ നിങ്ങളെ കൊള്ളിക്കും. വേണ്ടേ, എന്റെ കയ്യിൽ നിന്ന് കൈ എടുത്തില്ലെങ്കിൽ ഞാൻ പീഡന കേസ് നിങ്ങളെ അകത്തിടിക്കും. പ്രകൃതി കൊടുത്തും പീഡനം. മക്കളെ ഇങ്ങോട്ട് വാടി നിന്ന് കിറങ്ങാതെ. എടി ബാലാമണി, ഞാൻ കെട്ടിയ താലിക്ക് അർത്ഥം ഉണ്ടെങ്കിൽ നീ എന്നത്തേക്ക് പരിപാടി. ബാലാമണി, ബാലാമണിയുടെ കഴുത്തിൽ കെട്ടിയ താലിക്ക് അർത്ഥമുണ്ടായി. അവസാനം ബാലാമണിയും ആടും ഉദയന്റെ ജീവിതത്തിലേക്ക്.